അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഗസയിൽ ഹിസ്ബുള്ളയോടും ഹമാസിനോടും ഹൂത്തികളോടും ഒക്കെ പരാജയപ്പെട്ട് ഉൾവലിഞ്ഞ ഇസ്രയേലി സൈനികർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. ആ പഴമൊഴിക്കനുസരിച്ച പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസയിൽ നിന്നും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഒക്കെ ശക്തമായ ആക്രമണം ചെറുക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ ഉൾവലിഞ്ഞു. ഈ ഉൾവലിഞ്ഞ സൈനികർ ജനിൻ മേഖലയിൽ ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്ന പ്രവൃത്തിയിലാണ് അവർ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്താൻ അവിടെ എത്തിയിരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുമ്പോൾ അവർക്ക് നേരെ വെടിയുതിർക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹമാസിനോടല്ല അവർ യുദ്ധം ചെയ്യുന്നത്, ഹിസ്ബുള്ളയോടല്ല, ഹൂത്തികളോടല്ല, ഇസ്ലാമിക് റെസിസ്റ്റൻസിനോടല്ല അവർ യുദ്ധം ചെയ്യുന്നത്, പിഞ്ചു കുഞ്ഞുങ്ങളോടാണ്. ജനോസൈഡിസമാണ് അവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ജനോസൈഡിസം കൃത്യമായി ക്യാമറയിൽ പകർത്താൻ വന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാ ഒന്ന് കണ്ടു നോക്കൂ. استهداف للطواقم الصحفية الآن وسط مدينة جنين. الآن كما تسمعون إطلاق نار يستهدف الطواقم الصحفية هنا أثناء تغطية ما تقوم به قوات جيش الاحتلال من عمليات تدمير وسط المدينة وتحديدا عند دوار السينما. പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് പോയി ചിരട്ടയിൽ വെള്ളം കോരി ബക്കറ്റിലൊഴിച്ച് കളിക്കുന്നു. കുട്ടിയോട് എന്തിനാണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ മറുപടി, ഈ കടലിലെ വെള്ളം മുഴുവൻ ബക്കറ്റിൽ കോരി വറ്റിച്ചു കളഞ്ഞാൽ ഈ കടൽ മുഴുവൻ എനിക്ക് സ്വന്തം, ജലം വറ്റിയ കടൽ മുഴുവൻ എനിക്ക് സ്വന്തം, ഇത്രയും ഭൂമി എനിക്ക് സ്വന്തമായിട്ട് കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലുപോലെയാണ് ഇസ്രയേലി സൈന്യം ഗസയിലെ കുഞ്ഞുങ്ങളെയെല്ലാം വെടിവെച്ച് കൊല്ലുക, സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുക, യുവാക്കളെ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ ഈ ഭൂമി മുഴുവൻ ഞങ്ങൾക്ക് സ്വന്തം. എന്നാൽ അവർ വിഡ്ഢികളുടെ ലോകത്താണ്. അവർ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ചിരട്ട ഉപയോഗിച്ച് കടലിലെ വെള്ളം കോരി പറ്റിക്കാൻ പറ്റുമോ? അത് അസാധ്യമാണ്. ജൂതന്മാരുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. ഇവിടെ കുഞ്ഞുങ്ങളെ കൊന്നാൽ, യുവാക്കളെ കൊന്നാൽ, സ്ത്രീകളെ കൊന്നാൽ, വൃദ്ധരെ കൊന്നാൽ, യുവതികളെ കൊന്നാൽ ഇനി ഇവിടെ പുതിയ തലമുറ ഉണ്ടാകില്ല. അപ്പോൾ ഞങ്ങൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യും ജൂതന്മാര്. അവരും ഞങ്ങളും കൂടി ഗസ അടങ്ങുന്ന വിശാലമായ ഈ ഇസ്രയേലിൽ സുഖമായിട്ട് വസിക്കും, അല്ലെങ്കിൽ വസിക്കാം. ഇതാണ് അവർ സ്വപ്നം കാണുന്നത്. അവരുടെ സ്വപ്നം അസ്ഥാനത്താണ്. ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു വിഡ്ഢികളുടെ തലയിൽ പോലും, വിഡ്ഢികളായ 100% വിഡ്ഢികളായ മനുഷ്യർ പോലും ചിന്തിക്കാൻ ബുദ്ധിമുട്ടുന്ന, ചിന്തിക്കാൻ തയ്യാറാകാത്ത ചിന്തകളാണ് ഇസ്രയേലി യഹൂദ കൂട്ടങ്ങൾ ചിന്തിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ച ദൃശ്യങ്ങളുടെ ഒക്കെ ഏറ്റവും പുതിയ തെളിവുകൾ. ഇതിലെ സന്ദേശം എന്താണെന്നറിയാമോ? ഇത് നമുക്ക് തരുന്ന സന്ദേശം, ഇവിടെ ഒരു വിശാലമായ ഇസ്രയേൽ ഉണ്ടാക്കി ആ ഇസ്രയേലിൽ നിന്നുകൊണ്ട് പരിസരത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങളെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഏതാനും കാലങ്ങൾക്ക് ശേഷം അവിടെയും മാന്തി പിടിക്കാം. വിശാല ഇസ്രയേൽ, ഇതാണ് ഇവർ സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം ഉറക്കത്തിൽ ഒരു ചാക്ക് സ്വർണം കളഞ്ഞു കിട്ടിയ ഒരു വ്യക്തി ഉറക്കത്തിൽ കടന്ന് സ്വപ്നം കാണുകയാണ്. ഒരു ചാക്ക് സ്വർണം കളഞ്ഞു കിട്ടി. ചാക്കിന്റെ ഒരു മൂലയിൽ ഒരു തുളയുണ്ട്, അതിലൂടെ സ്വർണം ചോർന്നു പോകുന്നു. ആ തുള വിരൽ വെച്ച് അടച്ചു പിടിച്ചു. നേരം വെളുത്തപ്പോൾ വിരലിരിക്കുന്നത് വേറെ വല്ല സ്ഥലത്താണ്. ചാക്കുമില്ല, സ്വർണവുമില്ല എന്ന് പറഞ്ഞ മട്ടാകും. ആകപ്പാടെ ഇസ്രയേലിൽ 4, 3, 7 ജൂതന്മാരാണ് ഉള്ളത്. അതിൽ നല്ലൊരു ശതമാനം ഈ യുദ്ധത്തിൽ തന്നെ ചത്തൊടുങ്ങി. 1 ലക്ഷം പോലുമില്ല ഇസ്രയേലിന്റെ ജനസംഖ്യ. ഏതാണ്ട് 1 കോടി പോലുമില്ല ഇസ്രയേലിന്റെ ജനസംഖ്യ. ഏതാണ്ട് 87 ലക്ഷത്തോളമാണ്. അതിൽ നല്ലൊരു ശതമാനം ഈ യുദ്ധത്തിൽ ചത്തൊടുങ്ങി. നിലവിൽ അവിടെ ഉണ്ടായിരുന്നവരിൽ ഇരട്ട പൗരത്വമുള്ള യുവാക്കളെല്ലാം
കുടുംബസമേതം അവർ എവിടെ നിന്നാണ് വന്നത് ആ രാജ്യത്തേക്ക്, അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി കഴിഞ്ഞു. ഇപ്പോൾ ബലമായിട്ട് ഇസ്രായേൽ സൈന്യത്തിൽ അംഗങ്ങളെ ചേർക്കുകയാണ്. ബലമായിട്ട് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ സൈന്യത്തിൽ ചേരാൻ തയ്യാറാകാത്ത യുവാക്കളെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു. 10 ദിവസം ജയിലിൽ കടന്നു കഴിയുമ്പോൾ ഞങ്ങൾ സൈന്യത്തിൽ ചേർന്നോളാം എന്ന് പറഞ്ഞ് തിരിച്ചു വരും എന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത്. ആരും തന്നെ വരാൻ പോകുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. ആ യുവാക്കൾക്കറിയാം അവരെ കൊല്ലില്ല, അവശേഷിക്കുന്ന യുവാക്കളെ കൊല്ലില്ല, കൊല്ലാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവരെയും കൂടി കൊന്നാൽ പിന്നെ ഇസ്രായേല് യുവാക്കൾ കാലിയാണ്. വളരെയധികം വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഇസ്രായേൽ ഗവൺമെന്റ്. എല്ലാവരും നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നു, നെതന്യാഹുവിനെ ആക്ഷേപിക്കുന്നു. നെതന്യാഹു ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് എന്ന് എല്ലാവരും പറയുന്നു. രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നെതന്യാഹുവിനെതിരെ സമരത്തിലാണിപ്പോൾ. ഇതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേഷനുകൾ, പുതിയ വാർത്തകൾ. അപ്പോൾ ഈ വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അതുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരു വലിയ സലാം നൽകിക്കൊണ്ട് ഞാൻ വിട പറയുന്നു. അടുത്ത വീഡിയോ കാണാം.